പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 24-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തിയതിന് സ്തോത്രം, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന് സ്തോത്രം. ആമേൻ. അങ്ങയുടെ വടിയും കോലും ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ആമേൻ. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പകൽക്കാലം മറച്ചു പിടിച്ചതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചതിന് സ്തോത്രം. ഈ പോയ രാത്രികാലവും അങ്ങയുടെ കൃപ ഞങ്ങൾ അനുഭവിച്ചു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് കാവലായിരുന്നു. രാത്രിയിലെ ഭയത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും കഴിഞ്ഞ രാത്രി ഞങ്ങളെ വിടുവിച്ച് ഞങ്ങൾക്ക് സ്വസ്ഥമായ ഉറക്കം തന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, എന്നും ഞങ്ങൾ പറയും, ഞങ്ങൾ എഴുന്നേറ്റതല്ല, അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഉണർന്നത് അത് ദൈവകൃപ ഒന്ന് മാത്രമാകുന്ന കർത്താവേ. ഞങ്ങളുടെ കഴിവോ യോഗ്യതയോ അല്ലപ്പേ, അങ്ങയുടെ കൃപ ഒന്ന് മാത്രം. ആ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വാസ കണ്ണാൽ ഞങ്ങൾ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം ശ്രേഷ്ഠമായി ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളെ നടത്തുന്നത് കണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യഹോവ ജൈറയായി, കരുതുന്നവനായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. സൗഖ്യമാക്കുന്നവനായി അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. ആമേൻ. ഞങ്ങളെ ഇന്ന് ജയാളികളാക്കി കർത്താവ് നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ കരങ്ങളെ ഉയർത്തി പറയുന്നു, ഞങ്ങളുടെ കർത്താവ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാകുന്നു. ഇന്നു പകൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് അടുത്ത 1 മിനിറ്റ് കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം പറയാം. കർത്താവ് തന്ന നല്ല നിത്യജീവനായിട്ട് സ്തോത്രം. പാപത്തിൽ നമ്മളെ വീണ്ടെടുത്ത് നിത്യരക്ഷ തന്നതിനായിട്ട് സ്തോത്രം. സ്വർഗീയ മക്കളാക്കി നമ്മളെ തീർത്തതിന് സ്തോത്രം. അങ്ങയുടെ മക്കൾ എന്ന പദവി നമ്മുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ജീവിതത്തിൽ തന്ന എല്ലാ ഭൗതിക നന്മകൾക്കും, തന്ന കുടുംബജീവിതം, തന്ന ഭൗതിക നന്മകൾ ഒന്ന് ഓർത്ത് നോക്കി. എത്രയോ അനുഗ്രഹങ്ങളിലൂടെ കർത്താവ് നമ്മളെ നടത്തി. തന്ന കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം പറ. കർത്താവ് തന്ന സന്തോഷത്തിനും സമാധാനത്തിനുമായിട്ട് കർത്താവിന് സ്തോത്രം. ആരോഗ്യത്തിനായിട്ട് സ്തോത്രം, ആയുസ്സിനായിട്ട് സ്തോത്രം. കർത്താവെ, ഭൗതിക നന്മകൾ തന്ന ഉപജീവന മാർഗങ്ങൾക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരണം എല്ലാത്തിനും കാരണം ഞങ്ങളുടെ കർത്താവായ യേശുവാണ്. യേശു മുഖാന്തരമാണ് ഞങ്ങൾക്ക് നന്മകൾ ലഭിച്ചത്. യേശുവിനെ കൂടാതെ ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല. നന്ദി യേശുവേ. ആമേൻ. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ മാറി. ആമേൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില അത്ഭുതങ്ങൾ ഇവരുടെ ശരീരത്തിൽ സംഭവിക്കട്ടെ. യൂറിനറി ബ്ലാഡറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആമേൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ആമേൻ യൂറിനറി ബ്ലാഡറിനകത്തുള്ള ബുദ്ധിമുട്ടുകളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുകൂടാതെ കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ മറ്റെന്തൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിലും അതൊക്കെയും വിട്ട് ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി ഓടുവാൻ കർത്താവ് സഹായിക്കണം. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കാലുകൾ യേശുവിൻ്റെ നാമത്തിൽ മാൻപേട കാലുകൾക്ക് തുല്യമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യമുള്ളവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബലം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്ഷീണങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ഇവരുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരട്ടെ. ഇവർ ചിറകടിച്ച് ഉയരുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്തത്തിൻ്റെ മറവിൽ ഇവരെ മറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം.
അതുപോലെ കർത്താവേ, സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൽ ദൈവിക അത്ഭുതങ്ങൾ വേഗത്തിൽ സംഭവിക്കട്ടെ. വിദ്യാഭ്യാസത്തിൽ കർത്താവിൻ്റെ കാര്യം പ്രവർത്തിക്കുന്നതിന് നന്ദി. കർത്താവ്, ലോകത്തെമ്പാടും അങ്ങയുടെ വേലയിലായിരിക്കുന്ന തൻ്റെ ദാസിദാസന്മാരെ, തൻ്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ മാറ്റങ്ങൾ കർത്താവ് അവർക്ക് കൊടുക്കണം. അവരിലൂടെ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. പിതാവേ, ഞങ്ങൾ ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ മഹിമ കണ്ട് സന്തോഷിപ്പാൻ അങ്ങിടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും വലിയ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം കർത്താവ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കും. കർത്താവ് അനുവദിക്കുന്ന പക്ഷേ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായി ഗ്യാരണ്ടീഡ് ബ്ലെസ്സിങ് ആണ് ഇന്നത്തെ മീറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ സമയം മാറ്റിവെക്കുക. ഇപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു അലാം അല്ലെങ്കിൽ റിമൈൻഡർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ആകുമ്പോൾ ജോയിൻ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, 1 Corinthians chapter number 10 verse 12 ഇങ്ങനെ പറയുന്നു: ആകയാൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ എന്നാ ചെയ്യാതിരിക്കാൻ നോക്കട്ടെ? വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമ ജനത്തിൻ്റെ ആ ഉദാഹരണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ പുതിയ നിയമസഭയ്ക്ക്, കൊരിന്ത്യ സഭയ്ക്ക്, നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉപദേശം തരികയാണ്. പഴയ നിയമ ചരിത്രം വെച്ചുകൊണ്ട് പറയുക. അവരെ ദൈവത്തിൻ്റെ പഴയ നിയമസഭയെന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെ കണ്ടവരാണ്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് അവരെ അത്ഭുതകരമായി വിടുവിച്ചു. ആകാശത്തു നിന്ന് അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്തു. പാറയ്ക്കകത്തു നിന്ന് അവർക്ക് വെള്ളം കൊടുത്തു. അങ്ങനെ അസാധാരണമായ അത്ഭുതങ്ങളെയൊക്കെ കണ്ടു വന്നിട്ടും എന്നിട്ടും അവരെന്ത് ചെയ്തു? അവർ പാപത്തിൽ വീണുപോയി. അല്ലെങ്കിൽ അഹങ്കാരം അവരുടെ ജീവിതത്തിൽ വന്നു, അനുസരണക്കേട് വന്നു, പിറുപിറുപ്പ് വന്നു, വിഗ്രഹാരാധന വന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പാപങ്ങൾ വന്നത് കാരണം അവർ വഴിയിൽ വെച്ച് നശിച്ചു പോകുവാൻ കാരണമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അവരെ ദൈവം വിടുവിച്ചതാണോ? അത്ഭുതങ്ങൾ കണ്ടതാണോ? ആരും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളൊക്കെ അവർ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും അവരുടെ ഉള്ളിൽ നിഗളവും പിറുപിറുപ്പും അതുപോലെ തന്നെ മറ്റു പാപചിന്തകളും വന്നു. അവർ വഴിയിൽ വെച്ച് എന്ത് ചെയ്തു? നശിക്കപ്പെട്ടു പോയി. ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഭയങ്കര ആത്മീകമായിട്ട് വളർന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളർച്ച കിട്ടി എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരുമ്പോൾ, ഹല്ലേലൂയ, ഓവർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് പൂട്ടുന്നതിന് തുല്യമാണ്. ഇപ്പം ഒരാൾക്കങ്ങ് തോന്നുക, ഇനിയിപ്പോൾ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം എൻ്റെ കയ്യിൽ ഇത്രയും പൈസയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പദവിയിലെത്തി, ഇനി എന്നെ ആർക്കും തള്ളിയിടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആത്മീകമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് കയറി, ഇനി എനിക്കൊരു കുഴപ്പവും വരത്തില്ല എന്നൊക്കെയുള്ള, ഞാൻ വീഴുകയില്ല എന്നുള്ള ചിന്തകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഓർത്തോണം, അത് എന്താണ് പറയുന്നത്? നമ്മൾ വാതിലിനെ തുറന്നു കൊടുക്കുക പിശാചിന്. ഹല്ലേലൂയ. അത് നമ്മുടെ ഉള്ളിലൊരു അഹങ്കാരമാണ്. ആത്മീകമായ അഹങ്കാരമായാലും ഭൗതികമായ അഹങ്കാരമായി എനിക്കൊരു തോന്നൽ, ഇനിയിപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനിപ്പോൾ ഇത്രയൊക്കെ ആയി, എൻ്റെ കയ്യിൽ ഇത്രയും പണമൊക്കെ ആയി, അല്ലെങ്കിൽ ഞാൻ ഇന്ന പൊസിഷനിലെത്തി, അല്ലെങ്കിൽ ഞാൻ ആത്മീകമായ ഒരു നിലവാരത്തിലൊക്കെ ആയി, ഇനിയിപ്പം പ്രശ്നമില്ല എന്ന് വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ട് നമ്മളിലും നമുക്ക് ലഭിച്ച ചിലതിലുമുള്ള കോൺഫിഡൻസ് വർദ്ധിക്കുമ്പോൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ ശത്രുവിനുള്ള വാതിലിനെ നമ്മൾ തുറന്നു കൊടുക്കുക ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മുടെ ജയം, നമ്മുടെ സ്ഥിരത, നമ്മുടെ ശക്തി എന്നുള്ളത് മറന്നു പോകല്ലേ. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് നമ്മളിലേക്കുള്ള ദൈവകൃപ കൂടുതലായി ഒഴുകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏത് ലെവലിലെത്തിയെന്ന് പറഞ്ഞാലും, എത്ര വലിയ പൊസിഷനിലെത്തിയെന്ന് പറഞ്ഞാലും, എന്തൊക്കെ നമുക്ക് ലഭിച്ചെന്ന് പറഞ്ഞാലും, കർത്താവിലുള്ള ആശ്രയം നമ്മുടെ കുറഞ്ഞു പോകരുത്. കർത്താവിലുള്ള ആശ്രയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവിക കൃപയെ ഒഴുക്കുന്നത്, നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. കർത്താവേ, അങ്ങ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, ഞാൻ ഇവിടെ വരെ എത്തിയത് അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രാർത്ഥന നമ്മളെ ദൈവം ഉയർത്തുന്നതനുസരിച്ച്
നമ്മുടെ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കണം. ദൈവത്തിലുള്ള ആശ്രയബോധം വർദ്ധിച്ചു കൊണ്ടിരിക്കണം. കർത്താവിനോട് കൂടുതൽ അടുത്തടുത്ത് നിൽക്കുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നമ്മൾ വീഴാതെ നമ്മളെ സൂക്ഷിക്കുന്ന കർത്താവുണ്ട്. അവൻ വീഴുവാനായിട്ട് ശത്രു നോക്കുമ്പോൾ യൂദായുടെ ലേഖനത്തിൽ ഒരു വാക്യമില്ലേ, അവൻ നമ്മളെ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവം. എപ്പോഴാണ് വീഴാതെ സൂക്ഷിക്കുന്നത്? വീഴാതെ സൂക്ഷിക്കുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ. എന്നാൽ സദൃശവാക്യം 16:18 പറയുന്നു, പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ. അതായത് നിഗളം വീഴ്ചയ്ക്ക് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? നിഗളമുണ്ടാകും. ഞാൻ എന്തോ ആയി, എനിക്ക് ആത്മീയമായി എന്തോ ആയി, അല്ലെങ്കിൽ ഭൗതികമായി എന്തോ ആയി, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ ഓർത്തോണം, അത് വീഴ്ചയ്ക്കുള്ള മുന്നോടിയാണെന്നാണ് സദൃശവാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ വീഴാതെ നിർത്തുന്ന ദൈവമാണെന്നും ആ ദൈവത്തിൽ ആശ്രയിച്ച് വാച്ച് ആൻഡ് പ്രേ, കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയത്തോടുകൂടെ ഇരുന്ന് ദൈവസന്നിധി പ്രാർത്ഥന. കർത്താവേ, അങ്ങ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്, അങ്ങ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഇത് എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, ഇതിലൊന്നും എനിക്ക് ആശ്രയിക്കാനില്ല. എൻ്റെ ആശ്രയം യേശു മാത്രമാണ്. യേശുവിൽ മാത്രമാണ് എൻ്റെ ആശ്രയം. യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ മൂലക്കല്ല്, യേശുവാണ് എൻ്റെ പ്രത്യാശ. യേശുവിൽ മാത്രം ഞാൻ ചാരിയിടുന്നു. അതായിരിക്കണം നമ്മുടെ മാനസികാവസ്ഥ. കർത്താവ് നമ്മുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ ഒരു ശകലം പോലും പ്രൈഡ് നമ്മുടെ അകത്തുണ്ടാകും. അത് വരുമ്പോഴാണ്, അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ആകയാൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കും. അപ്പം നിൽക്കുന്നു എന്ന് പറയരുത്. കർത്താവെ, അങ്ങനെ നിർത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം, അങ്ങനെ നിർത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒറ്റക്കാലം നിൽക്കാനായി, നോ, ഞാൻ എൻ്റെ 2 കാലിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്നെ കർത്താവ് നിർത്തിയിരിക്കും. എപ്പോഴും നമ്മൾക്ക് നമ്മുടെ പുറകിൽ കർത്താവിൻ്റെ ശാശ്വത ഭുജം നമ്മളെ താങ്ങി നിർത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടാൽ ജയാളികളാകും. ആ കൈയിലേക്ക് ചാരി നിൽക്കണം. ആ കൈയിലേക്ക്, കർത്താവിൻ്റെ കൈയിലേക്ക് ചാരി പറഞ്ഞു, ഞാൻ നിൽക്കുകയല്ല, ഈ കൈ എനിക്ക് പുറകിലുള്ളത് കൊണ്ട്, എൻ്റെ കർത്താവിൻ്റെ യാക്കോബിൻ്റെ വല്ലഭൻ്റെ ഭുജം എൻ്റെ പുറകിലുള്ളത് കൊണ്ട് ഞാൻ നിൽക്കുന്നു വീഴാതെ. കാരണം ആ കൈയിലാണ് ഞാൻ ചാരി നിൽക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനൊരു ബോധ്യത്തോടു കൂടെ ഞാൻ ജീവിപ്പാൻ ഒന്നിലും ആശ്രയിക്കരുത്. ഞാൻ നിൽക്കുന്നു എന്ന് ഒരിക്കലും പറയല്ലേ. എനിക്ക് മുന്നോട്ട് തന്നെ പാം എന്നൊരു ചിന്ത വരരുത്. കർത്താവ് എന്നെ നിർത്തുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കോ. അങ്ങനെ ഒരിക്കലും നമുക്കങ്ങനെ ഒരു തോന്നലുണ്ടാകണ്ട. കർത്താവ് അങ്ങനെ നിർത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം, അങ്ങനെ താങ്ങിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം, അങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അല്പസമ്പത്ത് ഉയരുമ്പോൾ, അല്പ പദവികൾ ഉയരുമ്പോൾ, അല്പ പൊസിഷനുകളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ, ബിസിനസ്സിൽ ഉയർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ പല ജോലിയിൽ പ്രമോഷനുകളൊക്കെ വന്ന് നമ്മളൊരു പൊസിഷനിലെത്തുമ്പോൾ, അല്ലെ കുഞ്ഞുങ്ങളൊക്കെ ഒരു നിലയിലാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിഗളം വരാൻ സാധ്യതയുണ്ട്. ഒരിക്കലും നിഗളിച്ചു പോകല്ലേ. നിൽക്കുന്നെന്നല്ല പറയണ്ടേ, കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നു എന്ന് പറയണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.